ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തേത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ പഴുത്ത തക്കാളി ഒരെണ്ണം എടുത്തിട്ട് അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ചെറിയ മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഈ ഒരു പലഹാരം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ മറ്റൊരു കറികളുടെയും ആവശ്യമില്ല. വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആണ്. അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കടലമാവാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ സ്പൂണിലും നിറയെ എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു സ്പൂൺ അളവിൽ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് വേണ്ടത് കായത്തിന്റെ പൊടിയാണ്. അതുകൂടി 1/4 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കാൻ വേണ്ടി 1/4 കപ്പ് അളവിൽ ഒരു പകുതിയോളം വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്കൂൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും അതുപോലെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് KG കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ വെച്ച് കൊടുക്കാനൊക്കെ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിൽ 1/4 കപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ എത്രത്തോളം വെള്ളം വേണ്ടി വരും എന്നുള്ളത്. ആദ്യം തന്നെ ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴും ഇതിൽ പോരാതെ വന്നിട്ടുണ്ട്. ഒരു 1/4 കപ്പ് അളവിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ കട്ടിയാണിത്. ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു 1/4 കപ്പിന് 3 കപ്പ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ മാവിന്റെ പരുവം കറക്റ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു കയ്യിൽ കൊണ്ട് ഇതുപോലെ ഒന്ന് കോരി കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ പരുവം. ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് അതിലേക്ക് ഒരു കയ്യിൽ മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ പരുവം മനസ്സിലായിട്ടുണ്ടാവും. അത്രയും കനം കുറച്ചിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. ഇതിന്റെ ഒരു ഭാഗം വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് മുകളിലായിട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് സ്പ്രെഡ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഓയിലും നെയ്യൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഭാഗം വെന്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല പോലെ വെന്ത് കിട്ടി. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. ഇപ്പോൾ ഒരെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഈ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഈ ഒരു ഭാഗം വെന്ത് വരുമ്പോൾ ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഓയിൽ കൂടെ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് പിന്നെ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതും 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മടക്കിയെടുക്കാം. ഇതേപോലെ തന്നെ എല്ലാം ചുട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു പലഹാരം റെഡിയായി കിട്ടി. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. ഫുഡൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക. അവർക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. Thank you for watching.